മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണം. കേന്ദ്ര കോർപ്പറേറ്റ് കമ്പനി കാര്യ മന്ത്രാലയത്തിന് എക്സാലോജിക്കിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കും. മാസപ്പടി വിവാദത്തിലെ കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം. അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ CPM പ്രതികരിക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ആദ്യമായി ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ വീണ വിജയനും എക്സാലോജിക്കിനും ഡിഫൻസ് തീർത്തത്, പ്രതിരോധം തീർത്തത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. ഇതിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതിൽ ദുരൂഹമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി വീണ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. നമ്പർ 1, ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, CMRLുമായി ബന്ധപ്പെട്ട് കോടാനുകോടി രൂപയുടെ പണ ഇടപാടുകൾ മറച്ചുവെക്കപ്പെട്ടു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, സർക്കാരിനെതിരെ നേരത്തെ തന്നെ മാത്യു കുഴൽനാടൻ വലിയ വിമർശനങ്ങൾ എക്സാലോജിക് മാസപ്പടി വിവാദത്തിൽ ഉയർത്തിയിരുന്നു. പ്രധാനമായും ഇപ്പോൾ ഉയർത്തുന്നത് ഈ ഒരു നിലപാടിൽ CPM പ്രതികരണം നടത്തണം. എന്തുകൊണ്ടാണ് CPM നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തതെന്നാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. എന്തൊക്കെയാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ? വിവരങ്ങൾ. വിനീഷ്, മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട വാർത്ത ഞാനല്ല റിപ്പോർട്ട് ചെയ്തത്. ഞാൻ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സലോജി കമ്പനിക്കെതിരെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ആണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ്, കേന്ദ്ര മന്ത്രാലയമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ എക്സലോജി കമ്പനിക്ക് പുറമെ CMRLും അതോടൊപ്പം തന്നെ KSIDCയും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ വിശദമായി തന്നെ അന്വേഷണം നടത്തി 4 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് പറയുന്നു. അതിനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ 3 അംഗ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഇതിൽ എക്സലോജി കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ വിവിധതരം ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതായും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിശദമായി അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CMRൽ നിന്നും 1,72,00,000 രൂപ എക്സലോജി കമ്പനി കൈപ്പറ്റിയത് ഒരു സേവനവും നൽകാതെയാണെന്നതാണ് ആദായ നികുതി ബോർഡിന്റെയും മറ്റും അന്വേഷണത്തിൽ വ്യക്തമായത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നേരത്തെയും ആദായ നികുതി വകുപ്പിനും മറ്റും പരാതികളും ലഭിച്ചിരുന്നു. അതൊക്കെ പരിശോധിച്ചതിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷിക്കുമ്പോൾ നേരത്തെ ഇതിനെയെല്ലാം ന്യായീകരിച്ച CPMും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരും എല്ലാം തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതും. വിനീഷ്, നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന് കൃത്യമായി തന്നെ പ്രഥമ ദൃഷ്ടിയാൽ ഈ എക്സാലോജിക്കിന്റെ ഇടപെടലിൽ ദുരൂഹതയുണ്ട് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര കമ്പനി മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നത്? വിനീഷ്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വലിയ വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തലുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വിശദമായ അന്വേഷണത്തിന് ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, അതിനു പുറമെ ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, അതിനു പുറമെ പോണ്ടിച്ചേരി ROCA ഗോകുൽനാഥ് എന്നിവരടങ്ങിയ 3 അംഗ സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണം 4 മാസത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പനീസ് ആക്ട് 2013 210(1)C സെക്ഷൻ പ്രകാരമാണ് അന്വേഷണം നടത്തുന്നതും. ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഈ 3 സ്ഥാപനങ്ങളിലെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഉൾപ്പെടും. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, പ്രാഥമികമായി ഈ അന്വേഷണം വന്നപ്പോൾ CMRL അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന, ഇല്ലെങ്കിൽ താങ്കൾക്ക് ലഭിച്ച ചില സേവനങ്ങളുടെ പ്രതിഫലമാണ് നൽകിയതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ അത്തരം കാര്യമായ സേവനങ്ങളൊന്നും എക്സലോജിക്കിൽ നിന്ന് ലഭിച്ചിരുന്നില്ല എന്ന് വ്യക്തമായി. അതേസമയം KSIDC പൂർണ്ണമായും ഈ അന്വേഷണങ്ങളിൽ നിന്നും വഴുതി മാറാനുള്ള ശ്രമങ്ങളുമാണ് നടത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണത്തിന് ഇപ്പം കേന്ദ്ര മന്ത്രാലയം
നിർദ്ദേശം നൽകി ഉത്തരവിട്ടിരിക്കുന്നത്. ആ അന്വേഷണം വ്യക്തമായി തന്നെ ഇതിലെ പലരും സംശയിച്ച പോലുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം വിനീഷ്. വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കൃത്യമായ ഒരു ഫൈൻഡിങ്സ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊന്നും അതിൻ്റെയൊക്കെ ഒരു നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയല്ലേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം എന്ന ദ്രുതഗതി വേഗതയിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്? എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കെ എം ഷാജഹാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫൈൻഡിങ് മാത്രമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഈ 3 സ്ഥാപനത്തിലെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കാനാണ്. അതായത് കേവലം ഒരു PMRലുമായി ബന്ധപ്പെട്ട 1,72,00,000 മാത്രം ഇടപാടുകളല്ല പരിശോധിക്കുന്നത്, മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുമാണ്. ഈ സംസ്ഥാന സർക്കാരിന്റെ അധികാര ദുർവിനിയോഗത്തിലൂടെ ആർക്കെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് CMRലിന് മാത്രമാണെന്ന് ധരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിൽ അധികാര ദുർവിനിയോഗത്തിലൂടെ വേറെ ഏതൊക്കെ ഇടപാടുകൾ നടത്തി ആരിൽ നിന്നൊക്കെ ഫണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി എക്സലോജിക്കൽ എന്ന സ്ഥാപനത്തിലൂടെ വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ KSIDCയുടെ ഭാഗത്തു നിന്നുള്ള ഇടപാടുകൾ, അതോടൊപ്പം തന്നെയാണ് എക്സലോജിക്കിന്റേതും CMRൽ ഈ തരത്തിൽ മറ്റാർക്കെങ്കിലും ഒക്കെ പണം കൊടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള അന്ന് കണ്ടെത്തൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് അടക്കം പണം നൽകിയെന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ്. അപ്പോൾ ആ ലിസ്റ്റിൽപ്പെട്ട എത്ര പേരുണ്ട്, എത്ര നാളായുള്ള അത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഈ CMRന്റെ മൊത്തം പണമിടപാടുകൾ പ്രത്യേകിച്ച് സംഭാവന എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് എന്ന രീതിയിലേക്ക് CMRL നൽകിയ പണത്തിന്റെ കൃത്യമായ സ്രോതസ്സുകൾ, ഒപ്പം തന്നെ എന്തിനു വേണ്ടി നൽകി, അതിന് പിന്നിൽ എന്തൊക്കെ ഉദ്ദേശമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമായിരിക്കുമോ പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടാവുക? ഫിനിഷ് ഇത് 4 മാസം കൊണ്ട് പൂർത്തിയാകേണ്ട ഒരു അന്വേഷണമാണ്. ഇതിൽ വിശദമായി ഈ 3 സ്ഥാപനങ്ങളിലെയും വിശദമായ സാമ്പത്തിക ഇടപാടുകളുടെ പരിശോധനയാണ് നടക്കുക. ആ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ ഇതിന്റെ തുടരന്വേഷണവും ഉണ്ടാകും. അത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന ഒരു അന്വേഷണത്തിന് മുന്നോടിയായുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ 3-അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘം അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാവും തുടർ നടപടികൾ ഉണ്ടാവുക വിനീഷ്.